വധ് 2 2022 ഇറങ്ങിയ വധ് എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ്. ഫസ്റ്റ് പാർട്ട് പേഴ്സണലി എനിക്ക് വർക്കായിട്ടുള്ള ഒരു സിനിമയാണ്. സോ ഇത് വന്നപ്പോൾ തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ ഒന്നും റിലീസ് ഉണ്ടായിരുന്നില്ല. എറണാകുളത്തും PVR-ലൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ OTT റിലീസ് ആയിട്ടുണ്ട്. ആദ്യ സിനിമയുടെ രചയിതാവും സംവിധായകനുമായ ജസ്പാൽ സിംഗ് സന്ധു തന്നെയാണ് ഇതും എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. സഞ്ജയ് മിശ്ര, നീന ഗുപ്ത ഇവരായിരുന്നു ഒന്നാം ഭാഗത്തിൽ പ്രധാന വേഷത്തിൽ വന്ന് അവർ തന്നെ ഇതിലും മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അവരോടൊപ്പം അമിത് കെ സിംഗ്, കുമുദ് മിശ്ര എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഹിന്ദി ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഇത്തവണ മധ്യപ്രദേശിലുള്ള ഒരു ജയിലിൽ നടക്കുന്ന ഒരു ക്രൈമും അതിന്റെ അന്വേഷണവുമാണ് വധ് 2 എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഓക്കേഷ് വൺ ടൈം വാച്ച് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് പാർട്ടിന്റെ അത്ര നല്ലതായോ അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ ഒന്നും തോന്നിയില്ല. ഈ പടം ഫസ്റ്റ് പാർട്ടിന്റെ ഒരു സ്പിരിച്വൽ സീക്വൽ ആണ് എന്നാണ് അണിയറക്കാർ പറഞ്ഞിട്ടുള്ളത്. ആദ്യ പാർട്ടിൽ നടന്ന കഥയുടെ ബാക്കിയല്ല, അതേ കഥാപാത്രങ്ങളുമല്ല, ആ കഥയുടെ തുടർച്ചയ്ക്ക് പകരം മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിച്ച അതേ നടീനടന്മാർ തന്നെ ഇതിലും ഉണ്ട്. കഥാപാത്രങ്ങളുടെ പേരും അത് തന്നെയൊക്കെയാണ്. കഥയിലെ ഏകദേശം സിറ്റുവേഷൻ ഉണ്ട്, എന്ന് വെച്ചാൽ ഹത്യയല്ല വധമാണ് എന്നുള്ള ഒരു സംഭവം അതും അതുപോലെ തന്നെ ഇതിലുണ്ട്. പക്ഷെ ഒന്നാമത്തെ കഥയിലെ കഥാപാത്രങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത വേറെ രണ്ട് കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. അവരുടെ കഥ വേറെയുമാണ്. കൺഫ്യൂഷനായോ? ഏകദേശം ഈ നമ്മുടെ ജിഗർദാണ്ട സിനിമയില്ലേ, അതിന്റെ ഫസ്റ്റും 2 ഇല്ലേ, അതുപോലൊക്കെ തന്നെ. സോ ഫസ്റ്റ് പാർട്ട് കണ്ടില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൃശ്യം ടൈപ്പ് കഥകളാണ് സാധാരണ വധ് ഫിലിം സീരീസിൽ വരാറുള്ളത്. അതായത് ക്രൈം നടന്നു, അത് മറച്ചു വെക്കുന്നു, പക്ഷെ ഇതിലെ മരിച്ചയാൾ അത് തീർച്ചയായിട്ടും ചാകേണ്ടവൻ തന്നെയാണെന്ന് കാണുന്ന നമുക്ക് തോന്നും. അങ്ങനെയുള്ള ഒരാളാണ് മരിക്കുന്നത്. പിന്നെ കേസ് അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം, ആ ഒരു ദൃശ്യം മോഡൽ പരിപാടി തന്നെയാണ് ഇതിലും പിടിച്ചേക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ അത് നന്നായിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലും അതെല്ലാം ഓക്കെയാണ്. പക്ഷെ അതല്ലാതെ പടത്തിൽ എനിക്ക് തോന്നിയ വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് നെഗറ്റീവ്സിൽ പറയാം. പെർഫോമൻസിൽ ശംഭുനാഥ് മിശ്ര ആയിട്ട് വന്ന സഞ്ജയ് മിശ്ര, അതുപോലെ മഞ്ജു സിംഗ് ആയിട്ട് വന്ന നീന ഗുപ്ത, രണ്ടുപേരും കിടിലൻ പെർഫോമൻസ് ആണ്. പക്ഷേ ഈ പടത്തിൽ ഫസ്റ്റ് പാർട്ടിന്റെ അത്രയും സ്ക്രീൻ സ്പേസ് രണ്ടുപേർക്കും ഇല്ല. ആദ്യത്തെ പാർട്ടിലാണെങ്കിൽ ത്രൂ ഔട്ട് ഇവരുടെ മാത്രം കഥയായിരുന്നു, ഇവരുടെ ലോകമായിരുന്നു. സ്റ്റിൽ ഇതിലും നൈസാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വരുന്ന അമിത് കെ സിംഗ്, അങ്ങനെ അധികം സിനിമകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, വേറെ പടമൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ പുള്ളി ഇതിൽ കിടുവായിരുന്നു. പിന്നെ പ്രകാശ് സിംഗ് എന്ന ജയിലറായിട്ട് വന്ന കുമുദ് മിശ്രയുടെ പെർഫോമൻസും നൈസാണ്. അതുപോലെ നൈന കുമാരിയായിട്ട് വന്ന യോഗിത ബിഹാനി, രജനിയായിട്ട് വന്ന ശില്പ ശുക്ല, കേശവ് ആയിട്ട് വന്ന അക്ഷയ് ഡോഗ്ര, ഇവരെല്ലാവരും കൊള്ളാമായിരുന്നു. ടെക്നിക്കൽ സൈഡിൽ സപൻ നരുളയാണ് ഇതിന്റെ ക്യാമറ, ഭരത് എസ് റാവത്ത് ആണ് ഇതിന്റെ എഡിറ്റിംഗ്. വിഷ്വൽസ്, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ ഒക്കെ സ്റ്റാൻഡേർഡ് ആണ്. മലയാളത്തിലാണെങ്കിൽ നല്ല കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പടച്ചുവിടാൻ പറ്റിയ 1-2 സീനുകൾ പടത്തിലുണ്ടായിരുന്നു എനിക്ക് തോന്നി. പക്ഷെ ഇവരങ്ങനൊന്നും ചെയ്തിട്ടില്ല. സോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അദ്വൈത് നെംലേക്കർ ആണ് ഇതിന്റെ സ്കോർ ചെയ്തിട്ടുള്ളത്. ഇനി പടത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഥയിൽ മർഡർ ഉണ്ട്, അന്വേഷണമുണ്ട്, പക്ഷെ മിസ്റ്ററി കാര്യമായിട്ടില്ല. ആരാ കൊന്നത്, ഏകദേശം എന്തിനാണ് കൊന്നത് എന്നൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാകും. പിന്നെ പടത്തിൽ അതിന്റെ റിവീൽ നടന്നാൽ മാത്രം മതി. അതായത് പടം ഓടിയെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രേക്ഷകർ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ സിനിമ അങ്ങോട്ടേക്ക് വരാനുള്ള ഒരു താമസമേ ഉള്ളൂ. സോ തുടക്കം മുതൽ തന്നെ കഥ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളും നമുക്ക് തന്നിട്ടാണ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ത്രില്ല് അല്ലെങ്കിൽ സസ്പെൻസ് പടത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു മെയിൻ നെഗറ്റീവ്. സോ കഥ അത്രയും ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിരുന്നു. സോ മൊത്തത്തിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ക്രൈം ഡ്രാമയാണ് വധ് 2. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. പടം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഹിന്ദിയാണ് ഒറിജിനൽ ലാംഗ്വേജ്. ഹിന്ദി ഭാഷയിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റ് ഭാഷകളിൽ, അതായത് മലയാളം, തമിഴ് ഡബിംഗ് ഒന്നും അവൈലബിൾ അല്ല. 2 മണിക്കൂർ 10 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. അതുപോലെ ഇതിൽ കുറച്ച് ബ്രൂട്ടൽ രംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കുള്ള ഒരു സിനിമയല്ല, അത് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.